അപ്പം എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറയുന്നത്. സന്താനമില്ലാതെ ഭൂമിയിൽ ഒത്തിരി ദമ്പതിമാർ കഷ്ടപ്പെടുന്നുണ്ട്. പല പല വഴിപാടുകളും പല പല ക്ഷേത്രങ്ങളിലും പോയി പല പല ചികിത്സകളും നടത്തി, എന്നിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. സങ്കടത്തോട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അവർക്കൊരു ഉപകാരമാകട്ടെ ഈ വീഡിയോ. നമുക്ക് സന്താനമില്ലായ്മയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളിലൊന്ന്, നമ്മൾ താൻ പാതി ദൈവം പാതിയാണല്ലോ. അപ്പൊ ആ പകുതി ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സർപ്പദോഷങ്ങളും സർപ്പദുരിതങ്ങളും സർപ്പശാപങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പൂർവികരായിട്ട് വരുത്തിവെച്ചതും നമ്മളായിട്ട് വരുത്തിവെച്ച സർപ്പങ്ങളുടെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സന്താനങ്ങളെ അത് ബാധിക്കും. പുതിയ സന്താനങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഉള്ള സന്താനങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സർപ്പദോഷം. രണ്ടാമത്തെ പിതൃദോഷം. പിതൃക്കളുടെ ശാപങ്ങളും പിതൃദോഷങ്ങളൊക്കെ വന്നാലും ദുരിതങ്ങളും എല്ലാം വന്നാലും സന്താനങ്ങളുടെ ഒരു ഭാഗം പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. പിന്നെ ധർമ്മദൈവ കോപങ്ങൾ. നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പരദൈവങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഒരു പരിധി വരെ ഇത് മൂന്നും, ഒരു പരിധിയല്ല 100% അതിൽ ഒരു പ്രശ്നമാകാറുണ്ട്. അപ്പം നമ്മുടെ ഒരു കർമ്മം, നമ്മൾ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കർമ്മം, സന്താനമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കർമ്മം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് 100-ല് നമുക്ക് അങ്ങനെ ഒരു യോഗമുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു പ്രശ്നം വെച്ച് നോക്കും. ദേവിയുടെ ഞാൻ മുൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ജ്യോതിഷമുണ്ട്. അത് നമ്മുടെ ഭദ്രകാളി ഉപാസനയിലൂടെ ചെയ്യുന്ന ഒരു ജ്യോതിഷമാണ്. അപ്പൊ അതിൽ ദേവിയുടെ ഹിതം നോക്കിയിട്ട് നമ്മൾ പറയുകയാണ്, ദേവി പറയുകയാണ് അങ്ങനെ ഒരു യോഗമുണ്ട്, ഒരു ശതമാനമെങ്കിലും യോഗമുണ്ട് എങ്കിൽ 100% ഇത് സക്സസ് ആവും. അതായത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ആദ്യം പറഞ്ഞ പോലെ തന്നെ, വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ, നമ്മൾ സർപ്പദോഷം ഉണ്ടെങ്കിൽ അതിന് പരിഹാരവും ചെയ്ത്, പിതൃക്കളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനും പരിഹാരവും ചെയ്ത്, ധർമ്മദൈവ കോപം കൊണ്ട് അതിന് പരിഹാരം ചെയ്ത് ശേഷം നമ്മൾ ഒരു 7 ദിവസത്തെ മരുന്നാണ്. അതായത് പീരീഡ്സ് ഉണ്ടായി ആദ്യത്തെ ദിവസം തൊട്ട് 7 ദിവസം വരെയുള്ള ആ ഒരു മരുന്ന് കഴിച്ച് രാവിലെ തന്നെ കഴിക്കണം. അത് നമുക്ക് തന്നുവിടാനും പറ്റില്ല, നേരിട്ട് തന്നെ വന്ന് അത് കഴിച്ച് പീരീഡ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം കൂടി ഒരു മരുന്ന് വരും. പിന്നെ ആ മാസത്തിൽ ഒരു പ്രത്യേക ഒരു നാൾ വരുമ്പോൾ അത് പറയും. ആ നാൾ വരുന്ന ദിവസം വന്ന് ഒരു മരുന്ന് കൂടി കഴിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാവും. ആ ദേവിയുടെ കൃപകടാക്ഷം കൊണ്ട്, മരുന്നിന്റെ കഴിവൊന്നുമില്ല, ആ ദേവിയുടെ കൃപകടാക്ഷം കൊണ്ട് അത് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം ഇനി വരാൻ ചിലവർക്ക് പുറത്തുള്ള വിദേശത്തുള്ളവർക്കൊക്കെ ഒന്ന് ഡെയിലി വന്ന് മരുന്ന് കഴിക്കാനോ, അല്ലെങ്കിൽ ദൂരദേശങ്ങളിലുള്ളവർക്കും ഡെയിലി വന്ന് മരുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അതല്ല, ഇത് വരണമെങ്കിൽ പീരീഡ്സ് ആയ ദിവസം തന്നെ തുടങ്ങണം മരുന്ന് കഴിക്കുന്നത്. 7 ദിവസം കണ്ടിന്യൂസ് കഴിക്കണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതിന് പ്രയോജനമുണ്ട് എന്തിനും. അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും, ഇതിന്റെ സന്താനം ഉണ്ടാവുമോ, അതിന് പരിഹാരം ഉണ്ടോ എന്നെല്ലാം അറിയാനുമായിട്ട് നിങ്ങൾ നേരിട്ട് വിളിക്കാം. പിന്നെ നമ്മുടെ ഈ മരുന്നല്ലാതെ തന്നെ നമുക്ക് മറ്റുള്ള വഴിപാടിലൂടെ, ഇങ്ങനെയുള്ള പറഞ്ഞ വഴിപാടുകൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അങ്ങനെയും നമുക്ക് അതിന് പരിഹാരം നമുക്ക് നോക്കാൻ പറ്റും. ഇനി എല്ലാ വഴിപാടുകളും നടത്തി എല്ലാ മാർഗങ്ങളും ചെയ്തിട്ട് പറ്റാത്തവര് വിളിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു യോഗമുണ്ടെങ്കിൽ നമ്മുടെ ഈ മരുന്ന് കഴിക്കുന്നതോടുകൂടി തന്നെ അതിനൊരു നല്ലൊരു മാറ്റമല്ല, പൂർണ്ണമായിട്ടും അതിന് ഫലം ഉണ്ടാവുന്നതാണ്. അപ്പം കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ വിളിക്കുക. നന്ദി, നമസ്തേ.